ജില്ലയുടെ ചുമതല കൂടിയുള്ള മന്ത്രി എന്ന നിലയിലാണ് ഞാനിപ്പോൾ ഈ കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ പൊതുജനങ്ങളുടെ പിന്തുണ നല്ല രീതിയിൽ ഉണ്ടായാൽ മാത്രമേ ഇപ്പോൾ നമ്മുടെ ജില്ലയിൽ അഭിമുഖീകരിക്കുന്ന വളരെ ഗുരുതരമായ ചില പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കുകയുള്ളൂ. ഷിഗല്ല പാലക്കാട് ജില്ലയിൽ 3 നിലവിൽ 3 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡെങ്കു ഫീവർ, ഡെങ്കിപ്പനി വളരെ വ്യാപകമായിട്ടുണ്ട്. മണ്ണാർക്കാട് വെച്ചാണ് സംസാരിക്കുന്നത്. മണ്ണാർക്കാട് സ്ഥിതി ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. അപ്പോൾ ഇതിനൊക്കെ എതിരായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്കാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. ഇതുമായി എല്ലാവരും സഹകരിക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ വിദ്യാലയങ്ങൾ, നമ്മുടെ ഹോട്ടലുകൾ, ഷോപ്പുകൾ, അങ്ങനെ എല്ലാവരും ഈ നിർദ്ദേശങ്ങളുമായി സഹകരിച്ചാൽ മാത്രമേ നമുക്ക് ഈ വിഷയത്തെ പ്രതിരോധിക്കാനും രോഗവ്യാപനം തടയാനും അപകടങ്ങൾ ഒഴിവാക്കാനും സാധിക്കും. അപ്പോൾ ഇതിലൊന്ന് ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ 4 ആഴ്ചത്തെ ഒരു പ്രവർത്തന പദ്ധതിയാണ്. ഡ്രൈ ഡേ ക്യാമ്പയിന് ജില്ലയിൽ കൊതുകുജന്യ രോഗങ്ങൾക്കെതിരെയുള്ള പ്രതിരോധത്തിൻ്റെ ഭാഗമായി ഡ്രൈ ഡേ ആചരിക്കേണ്ടതാണ്. എല്ലാ വെള്ളിയാഴ്ചകളിലും സ്കൂളുകൾ, ശനിയാഴ്ചകളിൽ സ്ഥാപനങ്ങൾ, സർക്കാർ ഇതര വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ, ഞായറാഴ്ചകളിൽ വീടുകളിലും കൊതുക് കൂത്താടി നിയന്ത്രണ പരിപാടികൾ ചെയ്യേണ്ടതാണ്. ഈ വെള്ളം ഒഴിവാക്കുക, അങ്ങനെ ഡ്രൈ ഡേ സാധാരണ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷേ അതിലൊരു ജാഗ്രത കാണിക്കണം. വാർഡ് തലത്തിൽ ഡെങ്കിപ്പനി പ്രതിരോധ സമിതി രൂപീകരിച്ച് ആരോഗ്യ സേന സജ്ജമാകണം. ആശാ, കുടുംബശ്രീ, NGO, സിവിൽ ഡിഫൻസ് ക്ലബ്ബുകൾ, ഡ്രൈ ഡേ യൂണിയനുകൾ, ഹരിതകർമ്മസേന തുടങ്ങിയവരുടെ പങ്കാളിത്തം ഈ കാര്യത്തിൽ ഉറപ്പാക്കണം. അതുപോലെ തന്നെ ഡെങ്കി സാധ്യത കൂടുതലുള്ള വാർഡുകളിൽ ആഴ്ചതോറും കൊതുക് സാന്ദ്രത സർവേ നടത്തണം. ഓരോ ടീമും പ്രതിദിനം 25-30 വീടുകൾ സന്ദർശിച്ച് കൊതുകിൻ്റെ പ്രജനന കേന്ദ്രങ്ങൾ കണ്ടെത്തി നശിപ്പിക്കണം. വീടുകളിലും സ്ഥാപനങ്ങളിലും ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ ചെക്ക് ലിസ്റ്റ് അടിസ്ഥാനത്തിൽ നടപ്പാക്കണം. വീടുകൾ സന്ദർശിക്കുമ്പോൾ ഡെങ്കിപ്പനി പ്രതിരോധ സന്ദേശങ്ങളും ബോധവൽക്കരണ ലേഖകളും വിതരണം ചെയ്യണം. ഇതൊക്കെയാണ് ഡെങ്കിപ്പനി പ്രതിരോധവുമായി കാര്യമായിട്ട് പറയാനുള്ളത്. പിന്നെ കേരള പൊതുജനാരോഗ്യ നിയമം 2023 പ്രകാരം പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഈ പകർച്ചവ്യാധികൾ തടയാനുള്ള ആരോഗ്യം ഉറപ്പുവരുത്താനുള്ളൊരു നിയമമാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. സ്കൂൾ തലത്തിൽ പ്രത്യേക ബോധവൽക്കരണ പരിപാടികൾ നടപ്പാക്കണം. പത്രമാധ്യമ, സോഷ്യൽ മീഡിയ ആരോഗ്യ ബോധവൽക്കരണ സന്ദേശങ്ങൾ നൽകണം. പിന്നെ ഈ വെള്ളവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, പ്രത്യേകിച്ച് ഈ ഷിഗല്ലയുടെയൊക്കെ പ്രശ്നം മലിനീകരണമുള്ള വെള്ളമുള്ളതാണ്. അതായത് ശുദ്ധമല്ലാത്ത വെള്ളം ഉപയോഗിക്കുന്നതിനാണ് ഇതിനൊക്കെ കാരണം. അപ്പോൾ ക്ലോറിനേഷൻ ക്യാമ്പയിൻ, പൊതുകിണറുകൾ, മറ്റ് കിണറുകളും ജനങ്ങളുടെ സഹകരണത്തോടെ ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ക്ലോറിനേഷൻ നടത്തി അത് ക്ലീൻ ചെയ്യും. ഹോട്ടലുകൾ, ഭക്ഷണശാലകൾ, ഫുഡ് പോയിന്റുകൾ പരിശോധിക്കും. ഹെൽത്ത് കാർഡ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും. സേഫ് ഡ്രിങ്കിങ് വാട്ടറും സാനിറ്റേഷനും ഉറപ്പുവരുത്തുക എന്നുള്ളത് തന്നെയാണ് ഷിഗല്ലയ്ക്കെതിരായ ഏറ്റവും നല്ല പ്രതിരോധം. പിന്നെ അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം, കോളറ, ഇതൊക്കെ ജലജന്യ രോഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ, വെള്ളത്തിൻ്റെ കാര്യത്തിൽ നല്ല ജാഗ്രത എല്ലാവരും പാലിക്കേണ്ടതാണ്. ആരോഗ്യ ബോധവൽക്കരണം പ്രധാനമായും ORS ലായനി ഉണ്ടാക്കി യൂസ് ചെയ്യുക. പിന്നെ കൈ കഴുകുന്നത് ഹാൻഡ് വാഷിംഗ് ഉണ്ടാവണം. അതുപോലെ തന്നെ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. ഇതൊക്കെയാണ് ആരോഗ്യ വകുപ്പിന് ജനങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ള നിർദ്ദേശം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ജില്ലയിലെ ഷിഗല്ലയായാലും അതുപോലെ തന്നെ ഡെങ്കി ഫീവർ ആയാലും മറ്റ് പകർച്ചവ്യാധികളായാലും ഒക്കെ നിയന്ത്രണ വിധേയമാണ്. ഇത് നമ്മുടെ നിയന്ത്രണം വിട്ട് പോകാതിരിക്കാൻ
എല്ലാവരുടെയും സഹകരണവും സഹായവും ആവശ്യമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇതെല്ലാം നമുക്ക് നിയന്ത്രിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തണം. ഈ പറയപ്പെട്ട കാര്യങ്ങൾക്ക് മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയും സഹായവും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്.